അത്തമൊക്കെയാണ്. ഓണം നമ്മളിങ്ങനെ കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. ഇനി 11 ദിവസം. അത്തം പുലർന്നാൽ പിന്നെ 10 ദിവസം എന്നുള്ളത് ഇത്തവണ 11 ദിവസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചോതി ഒരിത്തിരി നീണ്ടു നിൽക്കുന്നു എന്നതും. അപ്പോൾ ആ വിശേഷങ്ങളും അത്തച്ചമയത്തിന്റെ ഘോഷയാത്രയുടെ കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വാർത്താ പ്രഭാതം തുടങ്ങിയത് തന്നെ. അതിനിടയിൽ നമുക്ക് കുറച്ച് വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഒന്ന്, കാസർഗോഡ് കാലിക്കടവിലെ MDMA കേസുമായി ബന്ധപ്പെട്ട ഒരാഴ്ച പിന്നിട്ടും വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല പോലീസ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അപേക്ഷ നൽകിയിട്ടില്ല. നൈജീരിയൻ ലഹരി ഇടപാട് ബന്ധമടക്കം നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടും വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നതാണ് ആക്ഷേപം. പ്രതികളിൽ ഒരാളായ മുഹമ്മദ് ഹുസൈന് മുഖ്യമന്ത്രി VD സതീശനുമായുള്ള ബന്ധം പുറത്തു വന്നതോടെ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, ഈ ഇത്രയും വലിയൊരു ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. 100 ഗ്രാമിലധികം MDMAയുമായി ഒരു മൊത്ത കച്ചവടക്കാരൻ പിടിയിലാകുന്നു. 7 ജില്ലകളിൽ ഇടനിലക്കാരുണ്ട്. 3 ഇടങ്ങളിൽ വിതരണത്തിന് ശേഷമാണ് കാസർഗോഡ് വെച്ച് പിടിയിലാകുന്നത്. ഇത്ര ഗുരുതരമായ സ്വഭാവമുള്ള, മാത്രമല്ല മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പ്രഖ്യാപിതമായ നിലപാടുണ്ട്. ഇതെല്ലാം അടക്കം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ഒരാൾക്കെതിരെ മാത്രം നടപടികൾ വൈകുന്നത്. മാധു, അതിനേക്കാളൊക്കെ പ്രധാനം ഈ കേസിലെ പ്രതിക്ക് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള എല്ലാ തെളിവുകളും, അതായത് അദ്ദേഹം ഒരുമിച്ചുള്ള ചിത്രങ്ങൾ, നേരത്തെ പങ്കെടുത്ത പരിപാടികൾ, വളരെ അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഈ കേസിൽ പോലീസ് വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം ഉന്നതതല ബന്ധമുള്ള ഒരു കേസിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറികളോ വിട്ടുവീഴ്ചകളോ സംഭവിക്കും എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷ പാർട്ടികളും സ്വാഭാവികമായിട്ടും സമൂഹവും ഒക്കെ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ട ഒരു കേസിൽ 7 ദിവസം പിന്നിടുമ്പോഴും ഒരു കസ്റ്റഡി അപേക്ഷ പോലും പോലീസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ എടുക്കുകയാണെന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു MDMA കേസിൽ കൈവശമുള്ള MDMA ആണ് ഏറ്റവും വലിയ തെളിവ്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. അതുപോലെ തന്നെ ഇത് എവിടെ എത്തിക്കാനുള്ളതായിരുന്നു, കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടോ, ഇതിന്റെ ബന്ധം എവിടെയാണ്, ഇതിലിപ്പോൾ നൈജീരിയൻ ബന്ധം ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരമൊരു കേസിൽ കസ്റ്റഡിയിൽ വാങ്ങി പ്രതികളെ ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തി ആ ചോദ്യം ചെയ്യലിൽ കിട്ടിയ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവുക. സ്വാഭാവികമായി സംഭവിക്കേണ്ടത്. നമ്മളൊരിക്കലും പോലീസിനെ ഡിക്റ്റേറ്റ് ചെയ്ത് അന്വേഷണം നടത്തുകയല്ല. 7 ദിവസമായിട്ടും എന്തുകൊണ്ട് ഇത് കസ്റ്റഡി അപേക്ഷ പോലും കൊടുക്കുന്നില്ല എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ന്യായമായ ആരോപണം മുന്നോട്ട് വെക്കുകയാണ്. ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതിലൊരു വെട്ടുവീഴ്ചയ്ക്ക് പോലീസ് തയ്യാറാവുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ബന്ധം ഇതിൽ തെളിയിക്കപ്പെടുകയും അല്ലെങ്കിൽ ഇതിൽ ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും സംശയിക്കാവുന്ന ഒരു അട്ടിമറി ആരോപണം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മെല്ലെപ്പൊക്ക് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അറസ്റ്റുണ്ടായി ഇത്രയും ദിവസമായിട്ടും പോലീസിന് ചോദ്യം ചെയ്യലിലേക്കോ തെളിവെടുപ്പിലേക്കോ ഒന്നും പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഒരു MDMA കേസാണ്. ഇതിന്റെ കണ്ണുകളൊക്കെ രാജ്യം വിട്ടു പോകുന്നതിന് മുമ്പ് അവരെ കണ്ടെത്തുക, അവരാരൊക്കെയാണ് എന്നത് വിശദമായി പരിശോധിക്കുക, എവിടെയൊക്കെയാണ് ഇത് വിതരണം ചെയ്തത്, എവിടെയൊക്കെയാണ് കേന്ദ്രങ്ങൾ തുടങ്ങിയതൊന്നും പരിശോധിക്കേണ്ടതില്ലേ എന്നൊരു സ്വാഭാവിക സംശയം എല്ലാവർക്കും തോന്നും. ഒന്നും വേണ്ട എന്നാണ് തോന്നുന്നത്.